പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോട് മഹത്വപ്പെടുത്താം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം കർത്താവ് നമുക്ക് ദാനമായി തരികയും ഈ വേളയിൽ നമ്മുടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ നമ്മെ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാദയയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പാകെ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ എന്ന് നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുവല്ലോ. അവൻ നമ്മെ നിർമ്മിച്ചവനായ, സൃഷ്ടിച്ചവനായ കർത്താവ്, അവൻ നമ്മുടെ ദൈവം, നാം അവൻ മേയ്ക്കുന്ന ജനം മാത്രം. ഒരു ഇടയൻ തൻ്റെ ആടുകൾക്കൊപ്പം നടന്ന് അവയ്ക്ക് ആവശ്യമായതെല്ലാം നൽകി വിശ്രമസ്ഥലം ഒരുക്കി സംഭവിക്കാവുന്ന ആപത്തുകളിൽ നിന്ന് കാത്തു സംരക്ഷിച്ച് വഴി നടത്തുന്നത് പോലെ നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മെ കാത്തു സൂക്ഷിച്ച് വഴി നടത്തി വരുന്നു. നമുക്ക് ആവശ്യമായതെല്ലാം നൽകുന്നു. നാം ചിന്തിക്കുന്നതിലും യാചിക്കുന്നതിലും അധികമായ നന്മകൾ നൽകി നമ്മെ വഴി നടത്തുന്നു. ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായി കടന്നു വന്നിരിക്കുന്നു. നമ്മൾ എത്ര പേർ അവൻ നമ്മെ നിർമ്മിച്ച ദൈവം, അവൻ നമ്മുടെ ദൈവം, നാം അവൻ്റെ കൈക്കലെ ആടുകൾ മാത്രമാകുന്നു എന്ന ബോധത്തോടുകൂടി ഇവിടെ ആയിരിക്കുന്നത്? എത്ര പേർ ഈ തിരിച്ചറിവില്ലാതെ കുരിശടിയിൽ പോകുന്ന ലാഘവത്തോടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടണം എന്ന താല്പര്യത്തോടുകൂടി ഇവിടെ ആയിരിക്കുന്നുവോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, സങ്കീർത്തനക്കാരൻ പറയുന്നത്, വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. ഇവിടെ കർത്താവിനെ ആരാധിക്കുവാൻ കടന്നു വരുന്നതിന് മുമ്പേ നിങ്ങൾക്കൊപ്പമുള്ളവരോടും നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങൾ കടന്നു വരുന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളും പറയും, വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിന് മുൻപാകെ മുട്ടുകളെ മടക്കാം. അവൻ നമ്മുടെ ദൈവമാകുന്നു എന്ന്. അതെ, ഇത് പറയുവാൻ സാധിക്കണം. സഹോദരന്മാർ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ലേ? ആരാധനയ്ക്ക് കടന്നു വരുന്നതിന് മുമ്പേ ഒരു വ്യക്തിയോടെങ്കിലും ഇത് പറയണം, വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച കർത്താവിന് മുൻപാകെ നമ്മുടെ മുട്ടുകളെ മടക്കാം. അവൻ നമ്മുടെ ദൈവമാകുന്നു എന്ന്. അതെ, ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന നമുക്ക് ഇവിടെ നിന്ന് കടന്നുപോയി ഇനി തിരിച്ചു വരുമ്പോഴെങ്കിലും ഇത് പറയുവാൻ, വരുവിൻ, നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം എന്ന് പറയുവാൻ ഉള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവൻ നമ്മെ സൃഷ്ടിച്ചു, അവൻ നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ വഴി നടത്തുന്നു എന്ന ബോധ്യമുള്ള എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ജീവനോടെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം. അവൻ നമ്മെ സൃഷ്ടിച്ചു, അവൻ നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ മേയ്ക്കുന്നു എന്ന തിരിച്ചറിവ് കർത്താവ് നമുക്ക് നൽകിയിരിക്കയാൽ ആ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടവരാണ് നാം എന്ന പരിജ്ഞാനം കർത്താവ് നമുക്ക് നൽകിയിരിക്കയാൽ നമുക്ക് ഒരുമിച്ച് ജീവനോടെ കൃതജ്ഞതാ സ്തോത്രത്തോടെ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും സ്വരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഗ്ലോറി ടു മാഷ
നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു കർത്താവേ. അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകൾ മടക്കുന്ന ഈ വേളയിൽ സ്വർഗം തുറന്ന് ദൈവാത്മശക്തി വ്യാപരിക്കുമാറാകണമേ. ഉയരത്തിലെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. അത്യുന്നതൻ്റെ ശക്തി പരിവർത്തിക്കുമാറാകണമേ കർത്താവേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാനും മാത്രം ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾ നിറയ്ക്കുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്നു കർത്താവേ. സകല തടസ്സങ്ങളേക്കും അകറ്റുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തി വ്യാപരിക്കുമാറാകണമേ. അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, ദയയെന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കാർത്തിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാർത്തിടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ. അവനെ വാഴ്ത്തിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ. അവനെ വാഴ്ത്തിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, ദയയെന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കാർത്തിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാർത്തിടുവിൻ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തൻ്റെ ആടുകൾ അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തൻ്റെ ആടുകൾ അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, ദയയെന്നുമുള്ളത്.
അവൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ ദയയെന്നുമുള്ളത്. വാസികളെ യഹോവയ്ക്കാർത്തിടുവിൻ. Hallelujah, hallelujah, glory to God, glory to Master. നന്ദിയോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളൊക്കെ നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു പിതാവേ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു പിതാവേ. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ. പിതാവേ, നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങൾ ചിന്തിച്ചതിലും യാചിച്ചതിലും അധികമായ നന്മകൾ നൽകി ഞങ്ങളെ വഴി നടത്തി വരുന്നവനാ ഞങ്ങളുടെ പിതാവിനെ നന്ദിയോട് ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു മാസ്റ്റർ, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ മഹാദയക്കായി നന്ദിയോട് ഞങ്ങളെ സ്തുതിക്കുന്നു പിതാവേ. അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് ഞങ്ങളെ കർത്താവിനുള്ളവരാക്കി മാറ്റി തീർത്ത് ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി, ഗ്ലോറി ടു മാസ്റ്റർ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കുന്നു സൗഖ്യം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കുന്നു സൗഖ്യം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. വീടുകൾ ഇന്നു പ്രാപിക്കാം, വീടുകൾ ഇന്നു പ്രാപിക്കാം. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും സ്വർഗ്ഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗ്ഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ
നല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം. Hallelujah, hallelujah, hallelujah. Glory to Jesus Christ. Hallelujah, 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 hallelujah. നന്ദിയോട് ഞങ്ങളെങ്കിൽ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങളെങ്കിൽ വാഴ്ചുന്നു കർത്താവേ. ഇന്ന് തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന ഈ വേളയിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെയും പ്രവർത്തിക്കുന്നതിനാൽ, ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിനാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് യോഗ്യമായി നടക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രാപ്തരാക്കുന്നതിനാൽ, ഞങ്ങളുടെ ദൈവത്തിന് വിശ്വസ്ത സാക്ഷികളാക്കി തീർക്കുന്നതിനാൽ നന്ദിയോട് ഞങ്ങളെന്നെ മഹത്വപ്പെടുത്തുന്നു പിതാവേ. ഇന്ന് ഞങ്ങൾ ശ്രവിക്കുന്ന തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനാൽ നന്ദിയോട് ഞങ്ങളെന്നെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ വിടുവിക്കുന്ന കരം പ്രവർത്തിക്കുന്നതിനാൽ, അനുഗ്രഹിക്കുന്ന കരം അനുഗ്രഹിക്കുന്നതിനാൽ നന്ദിയോട് ഞങ്ങളെന്നെ മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളെന്നെ മഹത്വപ്പെടുത്തുന്നു. നന്ദിയോട് ഞങ്ങളെന്നെ സ്തുതിക്കുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങളെന്നെ വാഴ്ത്തുന്നു കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളെന്നെ മഹത്വപ്പെടുത്തുന്നു. നന്ദിയോട് ഞങ്ങളെന്നെ സ്തുതിക്കുന്നു പിതാവേ. ഞങ്ങളേവരെയും താഴ്ച അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. സമാധാന സ്ഥാപകർ സൗഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാന സ്ഥാപകർ സൗഭാഗ്യവാന്മാർ, സമാധാനം സ്ഥാപിക്കുന്നവർ സൗഭാഗ്യവാന്മാരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സമാധാനത്തോടുകൂടി ജീവിക്കുകയും മറ്റുള്ളവരെ സമാധാനത്തിലേക്ക് വഴി നടത്തുകയും സമാധാനമായി എല്ലാ കാര്യങ്ങളിലും പെരുമാറുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി ജീവിച്ചുകൊണ്ട് സമാധാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാണപ്പെടുന്ന വിശ്വാസികൾ എത്ര പേരുണ്ടോ അത്രയും പേർ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. അതാണ് ഇവിടെ വചനം പറയുന്നത്. സമാധാനം സ്ഥാപകർ സൗഭാഗ്യവാന്മാർ. സമാധാനം ഉണ്ടാക്കുക. രണ്ടുപേർക്ക് തമ്മിൽ അടിയാണ്, ശണ്ടയാണ്. രണ്ടുപേരെയും പിടിച്ചു മാറ്റി സമാധാനത്തിൽ അവരോട് സംസാരിച്ച് പരസ്പരം അവർ രണ്ടുപേരും സമാധാനപ്പെടത്തക്ക രീതിയിൽ ഒരുവൻ ഇടപെടുന്നു. അതായത് സമാധാനമുള്ള ഒരു ദൈവ പൈതൽ അവിടെ ഇടപെട്ട് ആ ശണ്ടയെ, ആ തർക്കത്തെ മാറ്റുമ്പോൾ അവൻ അവിടെ സമാധാനം സ്ഥാപിക്കുന്നു എന്നർത്ഥമാകുന്നു. സമാധാനം മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ സമാധാനിപ്പിക്കുന്നു, അവർക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നു. അവർ സമാധാനം അവിടെ സ്ഥാപിക്കുന്നു. അങ്ങനെ സമാധാനം സ്ഥാപിക്കുന്നവരാണ് സമാധാനമുള്ളവരായി ജീവിക്കുന്നത്. അവർ സമാധാന സ്ഥാപകരാകുന്നു, സമാധാനം ഉറപ്പിക്കുന്നു,
അവർ സൗഭാഗ്യവാന്മാരാണ്. അവർ വാസ്തവത്തിൽ സൗഭാഗ്യവാന്മാരാണ്. വീണ്ടും യേശു പറയുന്നു, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഈ സമാധാനം സ്ഥാപിക്കുന്നവർ ആരാണോ, സമാധാനം ഹൃദയത്തിലുള്ളവരാരാണോ, മറ്റുള്ളവർക്ക് ഈ സമാധാനം പകർന്നു കൊടുക്കുന്നവർ ആരാണോ, അവർ സമാധാന സ്ഥാപകർ മാത്രമല്ല, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. വാസ്തവത്തിൽ ദൈവപുത്രന്മാരാണ്. സമാധാനമുള്ളവർ ദൈവപുത്രന്മാരാണ്. ഇന്ന് സമാധാനമില്ല. ഇന്ന് സമാധാനമില്ല. മനുഷ്യർക്കിടയിലും സമാധാനമില്ല. ലോകത്തിലും ഉടനീളം നോക്കുമ്പോൾ സമാധാനമില്ല. അവിടെ യുദ്ധങ്ങളും കലഹങ്ങളും മിസൈലുകളും ബോംബുകളും വെച്ചുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള അടി. എന്താണ് കാരണം? സമാധാനമില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് ലോകരാഷ്ട്രങ്ങളൊക്കെ സമാധാനമില്ലാതെ പിടയ്ക്കുന്നു. ലോകരാഷ്ട്രത്തിന് ഒന്നിനും സമാധാനമില്ല. യുദ്ധം എവിടെയൊക്കെ വ്യാപിക്കും, എവിടെ യുദ്ധം വരും എന്നുള്ള ഭയത്തിലാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ട്? സമാധാനമില്ല. കാരണം ലോകത്ത് ജീവിക്കുന്നവരിൽ ഭൂരിഭാഗവും 195 പേർക്കും സമാധാനമില്ല. അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നല്ലോ, രക്ഷിക്കപ്പെട്ടവർ, അവർക്ക് സമാധാനമുണ്ടോ? അവരിലും സമാധാനമുള്ളവർ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടു, അഭിഷേകം സ്വീകരിച്ചു, ദൈവത്തിനെ ആരാധിക്കാൻ വരുന്നു, കൂട്ടായ്മയിലുണ്ട്, ദിവസേന പ്രാർത്ഥനയിലുണ്ട്, എല്ലാ ധ്യാനങ്ങളിലുമുണ്ട്, എല്ലാ 40, 120 പ്രാർത്ഥനകളിലുണ്ട് എന്ന് പറയുന്നവർക്ക് സമാധാനമുണ്ടോ? ഇല്ല. സമാധാനമുള്ളവരാണ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് അവരെയാണ്. അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ടിട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടും നിനക്ക് സമാധാനം ഇതുവരെ ഉണ്ടാകാത്ത കാരണം എന്താണ്? സമാധാനം കർത്താവ് നൽകുന്ന ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ്. ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് സമാധാനം. ഈ സമാധാനം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് സമാധാനമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് ഒരുപാട് പേർക്ക് സമാധാനമില്ലല്ലോ. ജീവിതത്തിൽ നിരാശയും കഷ്ടപ്പാടുകളും സമാധാനമില്ലായ്മയും ഒക്കെയായി ഇന്ന് കാണപ്പെടുന്നല്ലോ. അതെന്തുകൊണ്ട്? അവർക്ക് പരിശുദ്ധാത്മാവ് കിട്ടാത്തത് കൊണ്ടോ? ഇല്ല, കിട്ടിയല്ലോ. പിന്നെ എന്തുകൊണ്ട്? കിട്ടിയ സമാധാനത്തെ അവർ തങ്ങൾക്കായും മറ്റുള്ളവർക്കായും ആ സമാധാനത്തെ പ്രയോജനപ്പെടുത്തണം. പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന ഈ സമാധാനം നീ സ്വീകരിക്കുന്നത് അല്ലാതെ മറ്റുള്ളവർക്കും ഈ സമാധാനം നീ പകർന്നു കൊടുത്താൽ ഈ സമാധാനം നിൻ്റെ കൂടെ നിൻ്റെ മരണം വരെ ഉണ്ടാകും. അല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നായ സമാധാനം എന്ന് പറഞ്ഞതുകൊണ്ട് നിനക്ക് കിട്ടുകയില്ല. വീട്ടിൽ ചണ്ട, അടി, പൊല്ലാപ്പായ കാര്യങ്ങൾ, ഭാര്യയും ഭർത്താവും അടി. ഭാര്യ പ്രാർത്ഥനയ്ക്ക് വരുന്നത് ഭർത്താവിന് ഇഷ്ടമില്ല. അവന് കള്ള് കുടിക്കണം, ചാരായം കുടിക്കണം, ബ്രാൻഡി കുടിക്കണം,
ദൈവത്തെ അറിയില്ല. സമാധാനം, മനസ്സിൽ സമാധാനമില്ലായ്മ, ഒന്നിലും തൃപ്തിയില്ല, ഒരു കാര്യത്തിലും പ്രതീക്ഷയില്ല. കാരണം ദൈവവിശ്വാസം തീരെ കുറഞ്ഞുപോയി. ദൈവത്തെ കാണുന്നത് തങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ മാത്രമായി കാണപ്പെടുന്നവർക്ക് സമാധാനമില്ല. വീട്ടിലിരുന്നാൽ സമാധാനമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വരുന്നവരുണ്ട്. ഇവിടെ വരുമ്പം കുറേ സമാധാനം കിട്ടുമല്ലോ, കർത്താവിനോട് കാര്യങ്ങളും പറയാമല്ലോ എന്ന് വെച്ച്. അപ്പം സമാധാനമില്ലാത്തതാണ് ഈ വരവിന് കാരണം. സമാധാനമില്ലാത്തവൻ കുടിക്കാൻ പോവും, ബ്രാൻഡി കുടിക്കാൻ. എന്തുകൊണ്ട്? മനസ്സിനൊരു സമാധാനവും ഇല്ല, അതുകൊണ്ട് ബ്രാൻഡി കുടിക്കാണ്. ഭാര്യ ശരിയല്ല, അവൾ വീട്ടിൽ ചെന്ന വഴക്കും പരിപാടികളും അടിയും ഗുസ്തിയും ഒക്കെയാണ്. അങ്ങനെയുള്ള പിശാചിൻ്റെ അടുത്തിരിക്കുന്നതിനേക്കാളും കുറേ കുടിച്ചും കൊണ്ട് രാത്രി ചെന്ന് വീട്ടിൽ കിടന്നാൽ ഉറങ്ങിയാൽ മതിയല്ലോ. ചിലർ സമാധാനമില്ലാതെ ചീട്ട് കളിക്കാൻ പോകും, പണം വച്ച് ചീട്ടുകളി, അല്ലെങ്കിൽ പണമില്ലാതെ ചീട്ടുകളി. എന്തിന്? സമാധാനമില്ല, സമാധാനമില്ല, ഒന്നിലും സമാധാനമില്ല. ബോട്ട് പോയി വന്നില്ല, സമാധാനമില്ല. ബോട്ട് പോയി മീനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിഞ്ഞില്ല, അതറിയാൻ പറ്റാത്ത അവസ്ഥയിലും ഇവന് സമാധാനമില്ല. ബോട്ടിൽ മീൻ നിറയെ കിട്ടണം, വാരി വലിച്ചു കൊണ്ടുവരണം ബോട്ട് നിറയെ മീൻ, എങ്കിൽ ഒരു അല്പസമാധാനമുണ്ട്. വീണ്ടും ചെന്ന് 2 ഗ്ലാസ് കുടിക്കും. അല്ലാതെ സമാധാനമില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് ഇന്ന് 195 പേരും. 195, 5 പേർ ദൈവത്തിൻ്റെ മക്കൾ. 105 പേരെ എടുക്കാനൊക്കത്തുള്ളൂ ദൈവത്തിൻ്റെ മക്കളായി, സമാധാനം കാത്തു സൂക്ഷിക്കുന്നവരായി, സമാധാന പാലകരായി ഇന്ന് കാണപ്പെടുന്നവർ അവർ മാത്രമാണ്. ചിലർ സിനിമയ്ക്ക് പോകും, സമാധാനമില്ല. സമാധാനമില്ല. അപ്പോൾ ഒരു 2 മണിക്കൂർ നേരം സിനിമാ തിയേറ്ററിലിരുന്ന അപ്പം നമുക്ക് സമാധാനം കിട്ടുമല്ലോ എന്ന്. എടാ, നീ കുടിച്ചും കൊണ്ട് നീ പുറത്തിറങ്ങി സ്വൽപ്പം കഴിയുമ്പം അതിൻ്റേതായിട്ടുള്ള ലഹരി മാറുമ്പം നിൻ്റെ സമാധാനവും പോവും. ചീട്ട് കളിച്ച് തിരിച്ചു വരുമ്പം നിൻ്റെ സമാധാനവും മാറും. സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ നിൻ്റെ സമാധാനം അങ്ങ് പോകും. എടാ, സമാധാനം കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാധനമല്ല. സമാധാനം നമുക്ക് രക്ഷിക്കപ്പെട്ടവർക്ക്, അഭിഷേകം പ്രാപിച്ചവർക്ക്, ആ രക്ഷയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക്, ആ അഭിഷേകാത്മാവിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ദാനമാണ് സമാധാനം. ആ ദാനം ധാരാളമായി കർത്താവ് നിങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട്, എല്ലാ പേർക്കും തന്നിട്ടുണ്ട്. പക്ഷെ നീ വേണ്ട എന്ന് വെച്ചു. പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങൾ അഭിഷേകം പ്രാപിച്ചവർക്കെല്ലാം ഉണ്ട്. പക്ഷെ നീ അത് സ്വീകരിച്ചില്ല, അത് നീ പ്രയോജനപ്പെടുത്തിയില്ല, മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്തിയില്ല. അത് കാരണം സമാധാനം നിൻ്റെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. സമാധാനമില്ല. സമാധാനം ആർക്ക് കിട്ടും? ഈ സമാധാനം എന്ന് പറയുന്നത് ആർക്ക് കിട്ടും? കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചവർക്ക് മാത്രം കിട്ടുന്നതാണ് ഈ സമാധാനം. അപ്പോൾ സമാധാനം ആർക്കാണ്? യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് സമാധാനമുണ്ട്. ആ രക്ഷയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രം. നിന്നെപ്പോലെ ചാഞ്ചാട്ടം കാണിച്ച കാര്യം നടന്നാൽ പിന്നോട്ട് ഓടിപ്പോകുകയും കാര്യം നടക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും ചെയ്യുന്നവൾക്ക് സമാധാനമില്ല, സന്തോഷമില്ല, ഹൃദയത്തിലൊരു ആനന്ദമുണ്ടാകുകയില്ല. എത്ര പണം കിട്ടിയാലും നിനക്ക് തികയില്ല. വിചാരിച്ച കാര്യം എന്ത് നടന്നാലും നിനക്ക് ആ സമയം കൊണ്ടെല്ലാം തീരും. എത്ര പ്രാർത്ഥനാപേക്ഷകൾ നീ കർത്താവിനോട് സമർപ്പിച്ചും കൊണ്ട് അതിവിടെ ഞങ്ങളോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു.
അത് സാധിച്ചു കഴിഞ്ഞാൽ നിൻ്റെ രംഗം മാറും, നിൻ്റെ സ്വഭാവം മാറും, നിൻ്റെ തനി ഗുണം നീ കാണിക്കും. രക്ഷപ്പെടുകയില്ല. പിന്നെ എവിടെ നിന്ന് നിനക്ക് സമാധാനം കിട്ടും? രക്ഷകനായ യേശുവിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്തെന്ന് കരുതുന്നവർക്ക് സമാധാനമുണ്ട്. മറ്റുള്ളവർക്കാർക്കും ഈ സമാധാനമില്ല. ഞാൻ എൻ്റെ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ ഒരു ധ്യാനം വഴി ഞാൻ രക്ഷിക്കപ്പെട്ടു. കർത്താവിൻ്റെ പാപങ്ങളെല്ലാം എടുത്തു മാറ്റി ദൈവത്തെ ഞാൻ ഏകരക്ഷകനായി ഞാൻ സ്വീകരിച്ചു. ആ രക്ഷകൻ എന്നോടൊപ്പമുണ്ട്. ആ രക്ഷകൻ ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ സമാധാനമുണ്ട് എന്ന് പറയുവാൻ സാധിക്കും. അപ്പോൾ സമാധാനം സ്ഥാപകർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. മറ്റുള്ളവർക്കാർക്കും ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്ന് പറയുവാനുള്ള അവകാശമില്ല. ശരിയായ ഈ സമാധാനക്കേടിന് ശരിയായ കാരണമെന്താണ്? ശരിയായ കാരണം പാപമാണ്. പാപം നിറഞ്ഞിരിക്കുന്നു. ഹൃദയത്തിൽ പാപമില്ല എങ്കിൽ നീ സമാധാനമുള്ളവളായി ജീവിക്കും, സമാധാനമുള്ളവനായി ജീവിക്കും. ഹൃദയത്തിൽ പല ചിന്തകൾ, പല കേടായ ചിന്തകൾ, പാപം, മറ്റുള്ളവരോടുള്ള വൈരാഗ്യം, വിദ്വേഷം, വെറുപ്പ്, അസൂയ, ഇതെല്ലാം നിൻ്റെ മനസ്സിലിരിപ്പുണ്ട്. നീ ആരെ സ്നേഹിക്കുന്നു? നിൻ്റെ അടുത്തിരിക്കുന്ന സഹോദരിയെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എടാ, നിൻ്റെ അടുത്തിരിക്കുന്ന സഹോദരനെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നീയും വരുന്നു, അവരും വരുന്നു, രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നു, പ്രാർത്ഥന കഴിയുമ്പോൾ എണീറ്റ് പോകുന്നു. അല്ലാതെ വേറെന്ത് ബന്ധം നിങ്ങൾക്ക്? സ്നേഹത്തിൻ്റെ ഇത്തിരിയെങ്കിലും മനസ്സിലുണ്ടോ? ഹൃദയത്തിലുണ്ടോ? കള്ളം, പറയുന്നതെല്ലാം കള്ളം, പച്ചക്കള്ളം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കോസ് 2:13-14. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു മഹാവ്യൂഹം മാലാഖയോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു മഹാവ്യൂഹം മാലാഖയോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു. കർത്താവായ യേശു ബെത്ലഹേമിൽ ജനിച്ചപ്പോൾ നടന്ന സംഭവമാണ്. ഒരു കൂട്ടം മാലാഖമാർ, ഒരു സംഘം മാലാഖമാർ കർത്താവിനെ സ്തുതിച്ചു. ഉണ്ണി യേശു പിറന്ന സ്ഥലത്ത് കർത്താവിനെ അവർ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. മാലാഖമാർ ഉദ്ഘോഷിച്ചു ഈ ഗാനം. ഈ സ്തുതിഗാനം പാടിയത് മാലാഖമാരായിരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, മറ്റുള്ളവർക്ക് സമാധാനമില്ല, മറ്റുള്ളവർക്ക് സമാധാനമില്ല. ദൈവമഹത്വം ഉള്ളവർക്ക് മാത്രമാണ് സമാധാനം, മറ്റുള്ളവർക്ക് ഈ സമാധാനമില്ല. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർക്ക് ഈ സമാധാനമുണ്ട്. ദൈവത്തിൻ്റെ കൃപയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ഈ സമാധാനമുണ്ട് മരണം വരെ. എന്താണ് ദൈവത്തിൻ്റെ കൃപ? രക്ഷ. ആ രക്ഷ നിനക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ രക്ഷയിൽ രണ്ട് കാലും ഊന്നി ആ രക്ഷയെ കളയാതെ വിഴുങ്ങാതെ ആ രക്ഷയിൽ ഉറച്ചു നിൽക്കുന്നു എങ്കിൽ നിനക്കെന്തുണ്ട്? സമാധാനമുണ്ട്. ഇല്ലെങ്കിൽ സമാധാനമില്ല.
എത്ര പേർ തങ്ങൾക്ക് കിട്ടിയ രക്ഷയിൽ ഉറച്ചു നിൽക്കുന്നു? എത്ര പേർ തങ്ങൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു? എത്ര പേർ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നു? എത്ര പേർ ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കുന്നു? എത്ര പേർ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു? ഇതൊക്കെ ചെയ്യാത്തവർക്ക് സമാധാനമില്ല. അപ്പോൾ ദൈവ കൃപ ഉള്ളവർക്ക് ഈ സമാധാനത്തിൽ പങ്കുണ്ട്. അവർക്ക് ഈ സമാധാനത്തിൽ പങ്കുണ്ട്. ഈ സമാധാനം കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവർക്ക് മാത്രം. ഈ സമാധാനം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നായ സമാധാനമെന്ന ഫലം സ്വീകരിച്ചവർക്ക് മാത്രം. ആർക്കൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടോ അവർക്ക് ഈ സമാധാനം ധാരാളമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എല്ലാം കളഞ്ഞവരാണ്. കിട്ടിയവരിൽ ചിലർ ഉറച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോഴും. മരിച്ചാലും ഞാൻ ഈ അഭിഷേകത്തിൽ നിന്നും മാറുകയില്ല എന്ന് കാണപ്പെടുന്ന ഒരു കൂട്ടം ജനം ഇതിനകത്തുണ്ട്. അവർക്ക് മാത്രം സമാധാനമുണ്ട്, മറ്റുള്ളവർക്ക് സമാധാനമില്ല. ആ സമാധാനത്തിനായി നീ യേശുവിനെ സമീപിക്കണം. ആ സമാധാനത്തിനായി നീ യേശുവിൽ നിന്നും രക്ഷ നേടണം. ആ സമാധാനത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് ആത്മാവിൻ്റെ ഫലങ്ങളിലൊന്നായ സമാധാനം എന്നാണോ നീ സ്വീകരിക്കുന്നത്, അന്നു മുതൽ നിൻ്റെ ഹൃദയം മുഴുവനും സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും. സമാധാനമില്ലെങ്കിൽ ജീവിച്ചിട്ടെന്ത് കാര്യം? ഇഷ്ടം പോലെ പണം നിൻ്റെ വീട്ടിലുണ്ടെന്ന്, കാശ് നിൻ്റെ വീട്ടിലുണ്ടെന്ന് വെച്ചോ, ലക്ഷക്കണക്കിന് കാശ് നിൻ്റെ വീട്ടിലിരിക്കുകയാണെന്ന് വെച്ചോ, സമാധാനം വരുമോ? സമാധാനം വരുമോ? കാശ് കൊടുത്ത് മേടിക്കുന്നതോ സമാധാനം? കാശ് കൊടുത്ത് മേടിക്കുന്നത് രക്ഷ? കാശ് കൊടുത്ത് മേടിക്കുന്നതാണോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം? ഇതെല്ലാം സൗജന്യമായി ദൈവം നിനക്ക് തരുന്നതല്ലയോ? ഈ സൗജന്യമായി സ്വീകരിച്ചതിന് വളരെ എളുപ്പം നീ മറന്നുപോയതിൻ്റെ കാര്യമെന്താണ്? കാരണമെന്താണ്? കണക്ക് പറയേണ്ടി വരും. കണക്ക് പറയേണ്ടി വരുമെന്നല്ല, കണക്ക് നീ പറഞ്ഞേ പറ്റൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചാൽ രക്തം ചിന്തി നേടിയ രക്ഷയെ, ആ രക്തത്താൽ കഴുകപ്പെട്ട ആ വലിയ അനുഭവത്തെ നീ നിഷേധിച്ചാൽ നീ ശിക്ഷയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും? നിനക്ക് കിട്ടാനിരിക്കുന്ന ശിക്ഷയിൽ നിന്നും നീ എങ്ങനെ രക്ഷപ്പെടും? ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 119 അതിൻ്റെ 165 വാക്യം. സങ്കീർത്തനം 119, 165. നിന്റെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് വലിയ സമാധാനമുണ്ട്. ഇവിടെ ദാവീദ് പറയുന്നു, കർത്താവേ, നിന്റെ നിയമങ്ങളെ, നിന്റെ ചട്ടങ്ങളെ, നിന്റെ ഉപദേശങ്ങളെ, നിന്റെ തിരുവചനങ്ങളെ ആരൊക്കെ പാലിക്കുന്നുവോ അവർക്കൊക്കെ വലിയ സമാധാനമുണ്ട്. യാതൊന്നുകൊണ്ടും അവർക്ക് ഇടർച്ച ഉണ്ടാകുകയില്ല. അവർക്ക് ഇടർച്ചയ്ക്ക് ഒരു കാരണവും ഉണ്ടാകുകയില്ല. നിന്നെ സ്നേഹിച്ചാൽ അവർ നിന്റെ വചനം സ്വീകരിക്കും. നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് എങ്കിൽ വചനപ്രകാരം നടക്കും. നിന്നെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നീ അവർക്ക് കൊടുത്ത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ അവസാനം മരണം വരെ ഉറച്ചു നിൽക്കും.
അങ്ങനെ മരണം വരെ അഭിഷേകാത്മാവിൽ ഉറച്ചു നിൽക്കുമ്പോൾ അഭിഷേകാത്മാവ് നൽകുന്ന ഫലങ്ങളിലൊന്നായ സമാധാനമെന്ന ഈ വലിയ ധനം നീ കരസ്ഥമാക്കും. അവസാനം വരെ സമാധാനം, അങ്ങേ അറ്റത്തെ സമാധാനമുള്ളവനായി ഈ ലോകത്ത് നീ ജീവിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. യേശു പറയുന്നു. യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ശിഷ്യന്മാരെയെല്ലാം വിളിച്ചു കൂട്ടി, ഞാനിതാ സ്വർഗത്തിലേക്ക് പോവുകയാണ്, ഞാൻ മടങ്ങി വരും. ഞാൻ അല്പകാലം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരും. എന്തിനു മടങ്ങി വരാൻ? നിങ്ങളെയൊക്കെ തിരിച്ച് ഞാൻ വിളിച്ചു കൊണ്ടുപോകും. നിങ്ങളെയൊക്കെ തിരിച്ച് ഞാൻ വിളിച്ചു കൊണ്ടുപോകും. യേശു പറഞ്ഞിട്ട് ഈ 2000 വർഷങ്ങളാകും. ആ യേശു പോയി. ആ യേശു വരാൻ പോകുന്നു. ആ യേശുവിൻ്റെ വരവ് സമീപമാകുന്നു. എന്തിനു വരുന്നു? യേശുവിനെ സ്നേഹിച്ച, യേശുവിൻ്റെ നിയമങ്ങളെ സ്നേഹിച്ച, യേശുവിൻ്റെ തിരുവചനങ്ങളെ സ്നേഹിച്ച, യേശുവിന് വേണ്ടി പ്രവർത്തിച്ച, യേശുവിന് വേണ്ടി ആത്മാക്കളെ ശേഖരിച്ച നല്ല മക്കളെ അവർ നരകത്ത് പോകാതിരിക്കാൻ, അവർ സ്വർഗത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ടാണ് യേശു വരാനിരിക്കുന്നത്. തിരിച്ച് ഞാൻ വരും, പോകുന്നു ഇന്ന്, എന്നാൽ ഞാൻ തിരിച്ചു വരും ഒരു ദിവസം. ആ ഒരു ദിവസം വരെ ഇവിടെ ഉള്ളവരൊക്കെ ചത്തുപോകാതിരിക്കുമോ? പോയിട്ട് 2000 വർഷം കഴിഞ്ഞില്ലയോ? ആ യേശു വന്നോ? വന്നില്ലല്ലോ. അതിനൊക്കെ ഒരു ടൈം വച്ചിട്ടുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ ആ സമയം അത് സമീപമായി കാണപ്പെടുന്നു. അപ്പോൾ യേശു പറഞ്ഞ വാക്ക് ഫലിക്കുമോ? ഫലിക്കും. എങ്ങനെ ഫലിക്കും? നേരത്തെ കാത്തിരുന്ന് യേശുവിൻ്റെ വരവനായി കാത്തിരുന്നവർ ചത്തുപോയി. അവരിപ്പോൾ കല്ലറകളിലാണ്, അടക്കം ചെയ്യപ്പെട്ടു. യേശു വരുമ്പോൾ ആദ്യം രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി മരണമടഞ്ഞവർ, അഭിഷേകം പ്രാപിച്ചവർ, രക്ഷയിൽ ഉറച്ചു നിന്ന് മരിച്ചുപോയവർ, ഇവരെയൊക്കെ ആദ്യം എണീപ്പിക്കും യേശു. ഇവരെയൊക്കെ ആദ്യം എണീപ്പിക്കും. രണ്ടാമത് അവശേഷിക്കുന്ന, ഭൂമിയിൽ അവശേഷിക്കുന്ന ആളുകളിൽ നല്ലവരായിരിക്കുന്നവരെ യേശു കൊണ്ടുപോകും. എവിടെ? സ്വർഗത്ത് കൊണ്ടുപോകും. ആ യേശുവിൻ്റെ വരവിതാ സമീപിച്ചിരിക്കുന്നു. ഇതാണ് ഇവിടെ പല ദിവസങ്ങളിലും മുഴങ്ങുന്നത്. യേശുവിൻ്റെ വരവ് സമീപമായിരിക്കുന്ന കാരണത്താൽ മാനസാന്തരപ്പെടൂ, മാനസാന്തരപ്പെടൂ എന്നിവിടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് നിനക്കറിയാമോ? യേശു വരുന്നത് നിനക്ക് പണം തരാനാണോ? യേശു വരുന്നത് നിനക്ക് സ്വർണം തരാനാണോ? യേശു വരുന്നത് നിൻ്റെ ബോട്ടിൽ മീൻ തരാനാണോ? യേശു വരുന്നത് നിന്നെ സ്വർഗത്തിൽ കൊണ്ട് ചേർക്കാനാണെന്നുള്ള പരമസത്യം നീ മനസ്സിലാക്കിയില്ലെങ്കിൽ നീ ആരാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങേണ്ട, ഭയപ്പെടേണ്ട. നിങ്ങളാരും ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് ഞാൻ എൻ്റെ സമാധാനം തന്നിട്ട് പോകുന്നു എന്ന് യേശു പറയുന്നു. എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക്, ഞാൻ എൻ്റെ മക്കളായി മാറിയ നിങ്ങൾക്ക് ഞാൻ എൻ്റെ സമാധാനം തന്നിട്ട് പോകുന്നു. എനിക്ക് നിങ്ങൾക്ക് തരാൻ പണമില്ല, കാശില്ല, സ്വർണമില്ല. എനിക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ഒരു സ്വത്തുണ്ട്. ആ സ്വത്ത് എന്നെ സ്നേഹിക്കുന്നവരായ എൻ്റെ മക്കൾക്ക് ഞാൻ തന്നിട്ട് പോകുന്നു. എന്താണ് സ്വത്ത്? അതാണ് സമാധാനം. അതാണ് സമാധാനം. അതാണ് സമാധാനം. സമാധാനമെന്ന സ്വത്ത് തന്നിട്ടാണ് കർത്താവ് മരിച്ച 3-ാം ദിവസം ഉയർത്തെണീറ്റ യേശു സ്വർഗാരോഹണനായി പോയപ്പോൾ പറഞ്ഞും കൊണ്ടുപോയ കാര്യം
ഇതായിരുന്നു. കാരണം ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ കർത്താവ് കൊടുത്തു, കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ. മരിക്കാറായ ആ നിമിഷം തൊട്ട് മുമ്പ് യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ കൊടുത്തു. ശരീരത്തിനെ അരിമത്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജോസഫ് എന്നൊരാളുണ്ടായിരുന്നു. ആ ജോസഫിൻ്റെ കയ്യിൽ തൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു. യേശു ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പട്ടാളക്കാർ എടുത്തു കൊണ്ടുപോയി. മറിയത്തിനെ ശ്രദ്ധിക്കാനും നോക്കാനും വേണ്ടി മറിയത്തെ യോഹന്നാനെ ഏൽപ്പിച്ചു. എന്നാൽ തൻ്റെ കയ്യിലിരുന്ന സ്വത്ത്, യേശുവിൻ്റെ കയ്യിലിരുന്ന സ്വത്തായ വലിയ സമാധാനമെന്ന സ്വത്തിനെ താൻ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ദരിദ്രരായ മക്കൾക്ക് കൊടുത്തു, ദരിദ്രരായ വിശ്വാസികൾക്ക് കൊടുത്തു. ദാരിദ്ര്യത്തിൽ, ലോകത്തിലെ ദാരിദ്ര്യത്തിൽ കാണപ്പെടുന്ന വിശ്വാസികൾക്ക് കൊടുത്തു. അവർ സുഭിക്ഷരായി മാറി. അപ്പോൾ നമുക്ക് കിട്ടിയത്, കർത്താവിൽ നിന്നും കിട്ടിയ സ്വത്ത് സമാധാനമാണ്. അത് നിനക്ക് മറന്നുപോയി. നീ മറന്നുപോയി. നിനക്കെല്ലാറ്റിനും കാശ് വേണം, പണം വേണം, മീൻ വേണം, കല്യാണം വേണം, ജോലി വേണം, ഉദ്യോഗം വേണം, എല്ലാം വേണം. നിനക്കെല്ലാം വേണം. എന്തു വേണ്ട? സ്വർഗത്തിൽ സ്ഥലം വേണ്ട. അതൊക്കെ പിന്നെ നോക്കാം, ചത്തതിന് ശേഷമുള്ള കാര്യമല്ലേ. ജീവനോടിരിക്കുമ്പോൾ എനിക്കിതെല്ലാം വേണ്ടയോ? ജീവനോടിരിക്കുമ്പോൾ എനിക്കെല്ലാം കിട്ടട്ടെ, എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. പിന്നെ സ്വർഗത്ത് പോകണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ കർത്താവിന് പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ആ കർത്താവ് പിന്നെ ഞാൻ കൊണ്ടുപോട്ടെ. ഇപ്പം അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന വിശ്വാസികൾ, നീ എങ്ങനെ രക്ഷപ്പെടും? നിനക്കെങ്ങനെ സമാധാനം കിട്ടും? നിനക്കെങ്ങനെ സന്തോഷം കിട്ടും? നിൻ്റെ ഹൃദയത്തിൽ അടിപിടി ചണ്ട, നിൻ്റെ വീട്ടിൽ അടിപിടി ചണ്ട ഇല്ലാതെ എങ്ങനെ നീ കഴിയും? ഭാര്യയും ഭർത്താവും എല്ലാം കുത്തുകളാണ്. കുത്ത്, ഇടി, ചവിട്ട് എല്ലാം നടക്കും. മക്കളും അച്ഛനും അമ്മയും എല്ലാം ചേർന്ന് അടിയോടടി. എന്തുകൊണ്ട്? ദൈവജ്ഞാനമില്ല. ദൈവത്തിൻ്റെ കൃപയില്ല. പണ്ടെപ്പോഴോ കൊച്ചു പ്രായത്തിൽ വന്ന് ധ്യാനത്തിലിരുന്ന് പോയതേ ഉള്ളൂ. എല്ലാം മറന്നു, എല്ലാം കളഞ്ഞു. ഇന്ന് ലൗകികമായ ജീവിതം ജീവിച്ചുകൊണ്ട് സമാധാനമില്ലാതെ ജീവിക്കുന്ന, സമാധാനം എന്താണെന്നറിയാതെ ജീവിക്കുന്ന ഒരു വിഭാഗം കർത്താവിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന കള്ളക്രിസ്ത്യാനികളാണ് കൂടുതലും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ലവരായി കാണുന്നവരുണ്ട്. അവർ തുടർന്ന് നല്ല പ്രവൃത്തികൾ ചെയ്യുക, ദൈവത്തെ മാനിക്കുക, ദൈവത്തിന് തന്നതായ അഭിഷേകം വിട്ടുകളയാതെ അവസാനം വരെ ഉറച്ചു നിൽക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവവുമായിട്ടുള്ള ബന്ധം പുലർത്തുക. ദൈവം മാത്രം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മതിയായവനെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി, നീ അർപ്പണ മനോഭാവത്തോടുകൂടി നിൻ്റെ യേശുവിനെ നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് നീ കാണപ്പെട്ടാൽ ദൈവം അങ്ങേയറ്റത്തെ സമാധാനം നിനക്കും നൽകുമെന്നുള്ളതിൽ സംശയമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി ദൈവത്തിലേക്ക് അടുക്കാം. ആ വലിയ സമാധാനം നേടാം. കർത്താവിൻ്റെ മക്കളായി തുടരാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
கடைசி காலம், கடைசி காலம், இது கிருபை காலம், கடைசி காலம், இது கடைசி காலம், கடைசி காலம், இது கிருபை காலம். யுத்த செய்திகள் கேட்பீர்கள், பூமி அதிர்ச்சி, ஜனம் நடுங்குவார்கள். யுத்த செய்திகள் கேட்பீர்கள், பூமி அதிர்ச்சி, ஜனம் நடுங்குவார்கள். பஞ்சத்தால் ஜனம் தவிப்பார்கள், நோயினால் கஷ்டம் அடைவார்கள். பஞ்சத்தால் ஜனம் தவிப்பார்கள், நோயினால் கஷ்டம் அடைவார்கள். கடைசி காலம், இது கடைசி காலம், கடைசி காலம், இது கிருபை காலம், கடைசி காலம், இது கடைசி காலம், கடைசி காலம், இது கிருபை காலம். வானத்தின் சத்துவங்கள் அசைப்பதால் சூரியன் சந்திரனும் இருண்டு போகும். வானத்தின் சத்துவங்கள் அசைப்பதால் சூரியன் சந்திரனும் இருண்டு போகும். வானத்தில் சம்பவங்கள் வெளிப்படுமே, மனிதர் அதிர்ச்சி அடைவார்கள். வானத்தில் சம்பவங்கள் வெளிப்படுமே, மனிதர் அதிர்ச்சி அடைவார்கள். கடைசி காலம், இது கடைசி காலம், கடைசி காலம், இது கிருபையின் காலம், கடைசி காலம், இது கடைசி காலம், கடைசி காலம், இது கிருபையின் காலம். இயேசுவின் இரத்தத்தால் மீட்கப்பட்டதால் தேவ ஜனமே விழித்திருங்கள். இயேசுவின் இரத்தத்தால் மீட்கப்பட்டதால் தேவ ஜனமே விழித்திருங்கள். எக்கால சத்தம் வானில் முழங்கிடுமே, பரிசுத்தர் எல்லாம் பறந்திடுமே. எக்கால சத்தம் வானில் முழங்கிடுமே, பரிசுத்தர் எல்லாம் பறந்திடுமே. கடைசி காலம், இது கடைசி காலம், கடைசி காலம், இது கிருபை காலம், கடைசி காலம், இது கடைசி காலம், கடைசி காலம், இது கிருபையின் காலம், கடைசி காலம், இது கடைசி காலம், கடைசி காலம், இது கிருபையின் காலம். ஹalleluya, ஹalleluya, ஹalleluya. ஆண்டவராகிய கடவுளின் அன்பும் அருளும் இரக்கமும் சமாதானமும் இன்றும் என்றும் உங்களோடு இருப்பதாக. ஹalleluya. ஆண்டவர் இயேசு சொன்னார், நானே வழியும் வழி காட்டுதல். மேலே போகணும், ஏணி மேலே போக ஒரு ஏணி, அவர் தான் ஆவியானவர். மேலே நம்ம ஏற்றி விடுவோர் ஆவியானவர். ஆண்டவர் சொன்னார், நானே வழியும் சத்தியமும், அதாவது கடவுள்தான் உண்மையானவர், சத்தியம். நானே ஜீவனும். ஜீவன் என்றால் அவருடைய ஜீவன் நமக்குள் இருந்தால்தான் நாம் மேலே போக முடியும், எடுத்துக்கொள்ளப்பட முடியும். நானே வழியும் சத்தியமும் ஜீவனம் என்றார் ஆண்டவர் இயேசு. அந்த 3 வார்த்தைகளை கொண்டு உங்களை வழி நடத்தி வருகிறோம். விளையாட்டு போல் வராதீர்கள்.
உங்களோடு இருக்கிற மக்களை கூப்பிடுங்கள், கொண்டு வாருங்கள். நாம் ஆண்டவருக்கு செய்கிற பரிசாதான். அவர் நமக்கு எல்லாம் செய்தார். சரீரத்தின் அழுக்கை போக்கினார், ஆத்மாவின் அழுக்கை போக்கினார், முழுமையாக அவருடைய இரத்தத்தால் கழுவினார். அவருடைய அக்கினி ஜுவாலையால் தலை முதல் பாதம் வரை சுத்தமாக்கினார். அவருடைய ஆவி குடிகொண்டது, ஒரு சக்தியானது நம்மில் செயல்பட்டு வருகிறது. நீங்கள் ஆண்டவருக்கு என்ன செய்தீர்கள்? ஆண்டவருக்காக நாம் என்ன செய்தோம்? அருமையானவர்களே, அவர் கெத்செமனே தோட்டம் நோக்கி பயணித்து கொண்டே இருக்கிறார். அப்போஸ்தலர்களோடு ராயப்பர், அருளப்பர், யாகப்பரோடு ஆண்டவர் கூறுகிறார், என்னுடைய ஆத்மா மரண வேதனை படுகிறது. ஆண்டவராக இயேசு கெத்செமனே தோட்டத்தில் தலைகுப்புற விழுந்து கண்ணீரோடு பிதாவை நோக்கி வேண்டுதல் செய்கிறார். பிதாவே, இந்த பாத்திரம் கசப்பானது, என கசப்பு வேதனையானது. இது என்னை விட்டு நீங்க கூடுமானால் அது நீங்கட்டும். ஆயினும் என் விருப்பம் அல்ல, உமது விருப்பமே ஆகட்டும் என்றார். திருப்பி எழும்பி சென்று கூடவே வந்த அப்போஸ்தலர்களிடம் சென்றார். அவர்கள் ஜெபித்து கொண்டிருக்கின்றாரா? ஏனென்றால் ஆண்டவர் இயேசுவின் பாடுகள் அவரால் எடுத்துக்கொள்ள முடியாமல் நொந்த இருதயத்தோடு வேதனையோடு காணப்படுகிறார். அங்கே ராயப்பரும், அருளப்பரும், யாகப்பரும் கவலையிட்டவர்களாய் படுத்துறங்கிக் கொண்டிருந்தார்கள். கவலை மிகுதி. ஆண்டவர் தட்டி எழுப்பினார். 1 மணி நேரமாகிலும் உங்களால் விழித்திருந்து ஜெபிக்க முடியாதோ என்றார். உங்களில் அநேகர் அப்படி 1 மணி நேரம் அல்ல, ஆண்டவரை பார்க்கவே உங்களால் முடியாது. கண்ணீரோடு கதறுகிறார். 1 மணி நேரம் ஜெபிக்க உங்களால் முடியாதா? ஆண்டவர் இயேசு கேட்கிறார். அவர்களை எழுப்பி விட்டு மீண்டும் வந்தார். அந்த மலை அடிவாரத்திலே மீண்டும் விழுந்து கண்ணீரோடு கதறி ஜபிக்கிறார். பிதாவே, இந்த பாத்திரம், இந்த வேதனை என்னால் தாங்க முடியவில்லை. இது என்னை விட்டு நீங்க கூடுமானால் நீங்கட்டும். என்னால் தாங்க முடியாத, என்னால் சுமக்க முடியாத இந்த வேதனை நீர் எடுத்துக்கொள்ள வேண்டும் என்று நான் கெஞ்சி மன்றாடவில்லை. என்னை விட்டு நீங்க கூடுமானால் நீங்கட்டும் என்றாலும் என்னுடைய சித்தம் அல்ல, உம்முடைய சித்தம் போல் ஆகட்டும். 2ஆம் முறையும் எழுந்து அப்போஸ்தலர்களிடம் சென்றார். மரணப்பாடுகளின் வேதனை அவரை துடித்து வேதனையோடு நிறுத்தியது. அவர் கண்ணீரோடு சென்றபோது அவர்கள் தூங்கிக் கொண்டிருந்தார்கள். தட்டி எழுப்பினார். ராயப்பரையும், அருளப்பரையும், யாகப்பரையும் எழுப்பிவிட்டு சொன்னார், 1 மணி நேரமாகிலும் விழித்திருந்து ஜெபிக்க உங்களால் முடியாதோ? மீண்டும் வந்தார். அப்படியே கெத்செமனே தோட்டத்தில் கமிழ்ந்து விழுந்து உரைக்கே கூவி அழுதார் ஆண்டவர். இன்று எவ்வளவோ சுகமாக இருக்கின்றீர்கள். உலகம் எல்லாம் இதான் விசுவாசி. ஹல்லேலூயா, ஹல்லேலூயா. உரைக்கே கூவி அழுதார். என்னை விட்டு நீங்காதோ இந்த வேதனையும் பாடுகளும், இது என்னால் ஆகாது, உம்முடைய விருப்பம் போல் ஆகட்டும் என்றார். 3 முறையும் தலைகுப்புற விழுந்து கண்ணீரோடு செபித்து விட்டு திரும்பி அப்போஸ்தலர்களிடம் செல்கிறார். மார்க்கு நற்செய்தி 11:4ஆம் அதிகாரம் 32 முதல் வாசிக்கும் போல் காணப்படுகிறது.
என்னால் தாங்க முடியவில்லை, மரண வேதனை என்னை வருத்துகிறது என்றார். திரும்பி சென்றபோது அவர்கள் படுத்திருந்தார்கள். தட்டி எழுப்பினார், வாருங்கள், நேரம் நெருங்கிவிட்டது. ஆண்டவர் அப்போஸ்தலர்களை கூப்பிடுகிறார், வாருங்கள். எழுப்பி அவர்களோடு கூறுவது, நேரம் நெருங்கிவிட்டது. அதாவது ஒரு கள்ளனை போல என்னை பிடித்து கொண்டு செல்ல இதோ காவலாளிகள் வரப்போகிறார்கள், எழும்புங்கள், போவோம் என்றார். ஹல்லேலூயா, ஹல்லேலூயா. அருமையானவர்களே, இனியுள்ள காலம் நீங்கள் மட்டுமல்ல, உங்கள் பிள்ளைகளுக்கும் சொல்லுங்கள். உங்கள் பிள்ளைகள் வரமாட்டார்கள், உங்கள் பிள்ளைகள் வரமாட்டார்கள். திருமணம் முடித்து கொடுத்த பிள்ளைகள் யாரும் வரமாட்டார்கள், அவர்கள் மக்களும் வரமாட்டார்கள். நீங்கள் வந்திருப்பது விசேஷமான காரியம். ஆனால் ஒன்று கூற விரும்புகிறேன், மரணம் பூமியில் எழுந்து வரும். 2019 நவம்பர் மாதம் 17ஆம் தேதி ஒரு தேவதூதன் கீழிறங்கி நின்று உரத்த குரலில் கூறுவதை கேட்டேன், இந்த உலகத்தின் மேல் சாபமும் தண்டனையும் புறப்பட்டு வரப்போகிறது என்று. என்னவென்று தெரியாது. அன்றைய நாளில் நவம்பர் மாதம் அந்த ஐக்கியத்தில் நான் இதை சொன்னேன், மரணம் பூமியில் இறங்கியுள்ளது. அருமையானவர்களே, 2020 முதலே பெரிதான துன்பம், கொரோனா வியாதி உலகம் எல்லாமே உலகம் முழுமையாக போட்டுட்டது போல எல்லா வாய்க்குள்ளும் மாஸ்க் இட்டு பூட்டினார்கள். கணவன் இறந்தது மனைவிக்கு தெரியாது, மனைவி இறந்தது கணவனுக்கு தெரியாது, பிள்ளைகள் இறந்தது தாய்க்கு தெரியாது, தந்தை இறந்தது பிள்ளைகளுக்கு தெரியாது. அந்த காலம் மகா துரந்தத்தின் காலம். உலகமெங்கும் 5 கோடிக்கு மேலான மக்கள் அந்த கொரோனா காலத்தில் இறந்தார்கள். ஆண்டவராகிய கடவுள் இடப்பாடை சுற்றியுள்ள இடங்களுக்கு காவலாளியானார். நீங்கள் எல்லோரும் தப்பி பிழைத்தீர்கள். 2004 பெரிதான இந்தோனேஷியாவில் ஏற்பட்ட பூகம்பத்தில் டிசம்பர் 26ஆம் தேதி பெரிதான ஒரு துன்பம் உண்டானது. ஆண்டவராகிய கடவுள் அந்நாளிலும் கிழக்கிலிருந்து பக்கத்து ஊர்களிலிருந்து இந்த பக்கம் வரை மேற்கு வரையிலும் பாதுகாத்தார். எத்துன்பம் யாருக்கு ஏற்படவில்லை. ஆனால் ஆண்டவர் திருப்பி ஒன்று சொன்னார், எப்போதும் நீ இந்த மக்களுக்காய் ஜெபிக்க வேண்டாம், இந்த மக்களுக்காய் ஜெபிக்க வேண்டாம். ஏன்? இவர்கள் கடவுளை மறந்து ஆண்டவர் லட்சமில்லாத மக்களாக இருக்கின்றார்கள். நான் துவக்க காலமே அவரோடு சொன்னேன், நீர் செயல்பட்டால் இடப்பாடும் இருக்காதென்று. இன்ற நாள் அதை சொல்ல முடியாது. ஏன்? அவரே வான மண்டலத்திலிருந்து இறங்கி குடிகொண்டு இருக்கிறார். ஹல்லேலூயா. அருமையானவர்களே, ஜெபியுங்கள். ஜெப வீரர்களாக மாறும்படியாக பெரிதான சக்தியை உங்களுக்கு அளித்திருக்கிறோம். ஜெபிக்க வேண்டிய வல்லமை தந்திருக்கிறோம். ஜெபிக்க வேண்டிய ஆவியை உங்களுக்கு அளித்திருக்கிறோம். ஜெபிக்க முடியாத அந்த இல்லத்தில் இருந்தால் பெரிய தண்டனை வந்து சேரும். ஜெபிக்க முடியாதென்று வர முடியாதென்று சொன்னால் மரணாடி கிடைக்கும். ஒருவேளை தப்பி பிழைக்கலாம், ஆனால் அது எப்போதும் ஒன்றாக இருக்காது. ஆண்டவரில் நிலைத்திருங்கள். கடவுளுக்கு நேரத்தை கொடுங்கள். அவருக்காய் ஒரு ஜனத்தை ஆதாயமாக்குங்கள். ஆண்டவரோடு உங்களை நேசிக்கிற அன்பு தகப்பனோடு சொல்லுங்கள், பகரம் எனக்கு வேறொன்றும் இல்லை. என்ன கொடுப்பீங்க? மாலையோ கம்மலோ பொண்ணோ வளையோ கொடுப்பீங்களா? ஆண்டவருக்கு அது ஒன்றும் தேவையில்லை. ஆண்டவரோடு இருங்கள், அவரோடு நிலைத்திருங்கள், ஜெபியுங்கள். ஜெப வீரர்களாக மாற்றும்படியான சக்தி
வானமண்டலத்திலிருந்து இடப்பாடின் மக்களுக்கு மட்டும்தான் ஆண்டவர் அளித்திருக்கிறார். ஹல்லேலூயா. ஏன் அப்படி அவர் செய்தார்? உலக மகா எழுப்புதலுக்காக, உலக மகா எழுப்புதலுக்காக. எல்லோரும் ஜெபிக்க வேண்டும், எல்லோரும் ஜெபிக்க வேண்டும். உட்கார்ந்து ஜெபிக்க முடியாதா? எழுந்து ஜெபி, நின்று ஜெபி, ஒரு சேர் உட்கார்ந்து ஜெபி. குரல் சத்தமாய் போட்டு ஜெபித்தால் குடும்பத்தில் சண்டை வருமா? அமைதியாக பிரேயர் பண்ண. ஜெபத்தை விட்டு விடாதீர்கள், ஜெபத்தை விட்டு விடாதீர்கள். ஜெபிக்க வேண்டும் என்பதை மறக்காதீர்கள். இரவு சாம நேரத்தில் எல்லோரும் படுத்திருக்கும் போது ஆண்டவர் உங்களை எழுப்பிவிட்டார். உங்கள் பிள்ளைகளுக்காக, கணவனுக்காக கண்ணீரோடு ஜெபியுங்கள். கதற வேண்டிய காலம். நாம் மேலே போகணும், நாம் மேலே போகணும். கண்டிப்பாக என் குழந்தைகள் மேலே போகணும். என் கணவனும் நானும் என் குழந்தைகளும் ஆண்டவருடைய ராஜ்யத்தில் பங்காளியாக வேண்டும். ஹல்லேலூயா, ஹல்லேலூயா. பிரேயர் விளையாட்டுக்குரியது அல்ல அருமையானவர்களே. ஒரு சிங்கிள் காசுக்காக அல்ல, 33 ஆண்டு நாங்கள் ஆண்டவருக்காக வேலை செய்வது. ஒரு சிங்கிள் காசுக்காக அல்ல, ஒரு சிங்கிள் பைசாவுக்காக அல்ல, ஒரு சென்ட் பூமிக்காக அல்ல, சுகத்துக்காக அல்ல. அது எங்களுக்கு இல்லை. ஏன்? நாங்கள் ஆண்டவருடைய பாடுகளை சுமந்து கொண்டு இருப்பவர்கள். பாடு இல்லை என்றால் நீங்கள் வர முடியாது. ஆண்டவரின் பாடுகள் இல்லை என்றால் மீட்படைய முடியாது. ஆண்டவர் எப்படி கதர்னாரோ அதில் ஒரு முள். அந்த வேதனை ஏற்கத்தான் செய்யும், எங்களுக்கு, உங்களுக்கு அல்ல. அந்த வேதனையோடு, பாடுகளோடு, நிந்தை அவமானத்தோடு, பரிகாசத்தோடு, பலவிதமான துன்பத்தோடு, நெருக்கடிகளோடு ஆண்டவரில் நிலைத்திருப்பதுதான் மேலான செயல். எல்லோரும் முழங்கால் படியிடுவோம். ஆண்டவரை நோக்கி கூப்பிடு. அப்பா, உமக்கு தேவை ஆத்துமாக்கள், உமக்கு தேவை ஆத்துமாக்கள். நான் புறப்பட்டு செல்கிறேன். ஆத்துமாக்களை ஆதாயம் செய்ய புறப்பட்டு செல்கிறேன். ஆன்மாக்களை கொண்டு வர புறப்பட்டு செல்கிறேன். என்னால் ஒன்று முடியாது, என்னால் ஒன்று முடியாது. உம்மை நோக்கி கெஞ்சி கேட்கிறேன், உம்மை நோக்கி கெஞ்சி கேட்கிறேன். நான் செல்லும் இடமெல்லாம் நீர் என்னோடு வாரும் ஆண்டவரே. நான் கடந்து செல்லும் பாதையெல்லாம் நீர் என்னோடு வாரும் ஆண்டவரே. நீர் என்னோடு வாரும் ஐயா, நீர் என்னோடு வாரும் ஆண்டவரே, என்னோடு வாரும். ஆன்மாக்கள் உயர் வர, ஆத்துமாக்கள் மானசாந்தரம் அடைய, ஆத்துமாக்கள் ரட்சிப்பின் காலத்தில் கடந்து வர ஆத்துமாக்களை தேடுகிறேன். கண்டடைய நீர் உதவ வாரும் அப்பா. அப்பா, அப்பா, இயேசுவே, இயேசுவே, இயேசுவே. சிலுவையில் கிடந்து தாகம் தாகம் என்று சொன்னீரே. இயேசுவே, 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 இயேசுவே. சிலுவை மரணம் எனக்காக, சிலுவை மரணம் எனக்காக, சிலுவையின் பாடுகள் எனக்காக, என் பாவங்களுக்காக, என் பாவங்களுக்காக அடிக்கப்பட்டீர். என் அக்கிரமங்களுக்காக நொறுக்கப்பட்டீர். ஆண்டவரே, கர்த்தாவே, ஜபாவி இன்னும் ஊட்டும், ஜபாவி ஊட்டும், ஜபாவி ஊட்டும், ஜபாவி ஊட்டும், ஜபாவி ஊட்டும். ஆண்டவரே, ஜப சிந்தை தாரும், ஜபிக்க வல்லமை தாரும், ஜபிக்க வல்லமை தாரும். சகோதரர்கள் ஜபிங்க, ஜபிக்க வல்லமை தாரும், ஜபிக்க வல்லமை தாரும். ஜபாவி ஊட்டும், ஜபாவி ஊட்டும், ஜபாவி ஊட்டும். Praise the Lord, glory to Lord. ஜபாவி ஊட்டும் ஆண்டவரே, ஜபாவி ஊட்டும் ஆண்டவரே. பாவ சிந்தை அகற்றி பாவமில்லாத எண்ணங்களை தாருமையா.
மக்களை உமக்கன ஆதாயமாக்க நீர் எங்களோடு வாரும் ஆண்டவரே. மக்களை உமக்காய் ஆதாயமாக்க நீர் எங்களோடு வாரும் ஆண்டவரே. வாரும் ஆண்டவரே, வாரும் ஆண்டவரே, வாரும் ஆவியானவரே, வாரும் ஆவியானவரே, வாரும் ஆவியானவரே, வாரும் ஆண்டவரே, வாரும் ஆண்டவரே, வாரும் ஆண்டவரே. பிரைஸ் தி லார்ட். பகரம் உமக்காய் தர எங்களில் ஒன்று இல்லை. நாங்கள் புறப்பட்டு செல்கிறோம். ஆத்துமாக்களை உமக்காக கனியாக கொடுப்போம். ஆத்துமாக்களை உமக்கு கனியாக கொடுப்போம். ஆத்துமாக்களை உமக்கு கனியாக கொடுப்போம். Praise the Lord. Glory to Lord. Glory to Father. Praise the Lord. ஆமென் ஆண்டவரே. உமக்கு நன்றி அப்பா. நன்றி ஆண்டவரே, நன்றி ஆண்டவரே, நன்றி ஆண்டவரே, நன்றி பிதாவே, நன்றி பிதாவே, நன்றி பிதாவே. நன்றியோடு மை துதிக்கிறோம். உமது ஆசீரின் கரம் பிள்ளைகளோடு இருப்பதற்காய் நன்றி. உம்முடைய வல்லமை இந்த மக்களை ஆளுகை செய்வதற்காய் நன்றி. உம்முடைய வல்லமையால் நிரப்பப்படுவதற்காய் நன்றி. உம்முடைய சக்தியால் பலம் பெறுவதற்காய் நன்றி. உமது ஆவியால், உமது ஆவியால், உமது ஆற்றலால், உமது சக்தியால் ஆண்டவரே இந்த மக்கள் உமக்கு வேலை செய்வதற்காய் நன்றி. நன்றி ஆண்டவரே, நன்றி ஆண்டவரே, நன்றி ஆண்டவரே, நன்றி ஆண்டவரே. எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். ஜெபம் கேளு நல்ல பிதாவே. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி. என் முழுள்ளமே அவருடைய பரிசுநாமத்தை ஸ்தோத்திரி. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி. அவற்றை சகல நன்மையும் ஒருபோதும் மறவாதே. ஆமென். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. நன்றி தகப்பனே, உமக்கு கோடி கோடி நன்றிப்பா.